പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അങ്ങനെ എൻ്റെ കെട്ടിയോൻ നാട്ടിലെത്തിയിട്ടുണ്ട്. 40 ഡേയ്സ് ലീവാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ഒരു 4 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. ഞാൻ പോയില്ല പിക്ക് ചെയ്യാൻ, ചേട്ടൻ്റെ അച്ഛൻ തന്നെയാണ് പോയത്. ഞാനപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ പുള്ളി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു, നല്ല ടയേർഡൊക്കെ ആയിരിക്കൂലേ. അങ്ങനെ പിന്നെ ഞാൻ ഒരു വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നത്. വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് പോലെ തോന്നി എനിക്ക്. ബ്രേക്ക് അങ്ങ് പിടിച്ചിട്ട് കിട്ടുന്നില്ല, ലൂസായതുപോലെ, അതുപോലെ ആക്സിലേറ്ററും ലൂസായതുപോലെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഓട്ടിച്ചു നോക്കാൻ. അങ്ങനെ പുള്ളി ഒരു റൗണ്ട് ഓട്ടിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും വർക്ക്ഷോപ്പിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്ന് എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് എന്നെ ബാഗ് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പുള്ളി ഉറങ്ങി എണീറ്റ് ക്ഷീണമൊക്കെ മാറി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അമ്മേച്ചനെയും സിസ്റ്റേഴ്സിനെയും ബ്രദർ ഇൻ ലോനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കാണാൻ അച്ഛനും അമ്മയും ഇല്ല. അവർ കല്യാണത്തിന് പോയി. നമ്മുടെ വേണ്ടപ്പെട്ടവരെ കല്യാണമായിരുന്നു. അപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ശില്പയും മോളും ബ്രദർ ഇൻ ലോയും ഉണ്ടായിരുന്നു കേട്ടോ. മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഹസ്ബൻഡിനെ കണ്ടപ്പോഴത്തേക്കും. ശ്രീ കൊച്ചച്ച, ശ്രീ ബ്രോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ വേറെ വിമ്മിഷ്ടമൊന്നും കാണിച്ചില്ല, പിണങ്ങിയൊന്നും ഇരുന്നില്ല. പോയി കേട്ടോ, ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി കുറേ നേരം കളിച്ചു. ഹസ്ബൻഡ് കണ്ടപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വന്നു. അവരുടെ അടുത്ത് കുറേ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കിയതും മഴ. അത് 3 സെക്കൻഡേ പെയ്തു. നല്ല ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് തിരിച്ച് വീട്ടിൽ കയറണ്ട, അങ്ങ് പോവാമെന്ന്. ഫുൾ നനഞ്ഞാണ് പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയത്. ചേച്ചിയുടെ വീട് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അവർ റെൻറ്റിനാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം നമ്മളവിടെ എത്തി. പാർത്തിക്കുട്ടാൻ പഠിക്കുകയായിരുന്നു. നിളയാണെങ്കിൽ ഇങ്ങനെ ചിണുങ്ങി നിന്ന് ശ്രീ എടുത്തപ്പോഴത്തേക്കും, അതായത് എൻ്റെ ഹസ്ബൻഡ് എടുത്തപ്പോഴത്തേക്കും ഒന്നും മിണ്ടണില്ല കേട്ടോ. പിന്നെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ആദ്യമായിട്ട് കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോഴത്തേക്കും മഞ്ഞുകുട്ടി എൻ്റെ അടുത്ത് വന്നില്ല, ശ്രീയുടെ അടുത്ത് പോയി. അതുപോലെ നിളയും ശ്രീയുടെ അടുത്ത് പോയി കേട്ടോ, എൻ്റെ അടുത്തും വന്നു. മിക്കപ്പോഴും ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മഞ്ഞുകുട്ടി അമ്മയുടെ അടുത്ത് കാണും. അപ്പം ശ്രീയും ഈ ഓഫുള്ള ടൈമിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും മഞ്ഞുകുട്ടിയായിട്ട് സംസാരിക്കും, അങ്ങനെ അറിയാം. പക്ഷേ നിളയെ അങ്ങനെ അത്ര വീഡിയോ കോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോഹപരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോഴത്തേക്കും ഇത്ര വളർന്നിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം നിളയ്ക്ക് ഈ സെപ്റ്റംബറിൽ 3 വയസ്സാവുന്നതേ ഉള്ളൂ. മഞ്ഞുകുട്ടിക്ക് ഓൾറെഡി ആയി കേട്ടോ, മാർച്ചിൽ 3 വയസ്സായി. പിന്നെ പാർത്തിക്കാണെങ്കിൽ ഇത്തിരി വലുതായല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ശ്രീ കൊച്ചച്ഛനാണ്, പുള്ളി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിമിഷ്ടമൊന്നും പാർത്തിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞുകുട്ടിയും ശില്പയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ കളിക്കുന്നത്, 3 പേരും കൂടെ ഒത്തുചേർന്ന ഇതാണ്, ഒരു ബഹളം തന്നെയാണ്. പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് നമ്മൾ 9:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. കാരണം ചേട്ടന് നൈറ്റ് ഡ്യൂട്ടിയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ പുള്ളി ഉറക്കമായിരുന്നു. അപ്പോൾ പുള്ളി എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കുറേ നേരം. എന്നിട്ട് പുള്ളി എണീറ്റിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പാഴ്സൽ മേടിച്ചു കേട്ടോ, ഇടിയപ്പം ബീഫ് കറി. ഞാൻ ബീഫൊന്നും അങ്ങനെ കഴിക്കാറില്ല. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയും.